ഇവർക്ക് കണക്കുകളുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 12 തേർഡ് ചാപ്റ്റർ ആയ മെട്രിക്സ് എന്ന ചാപ്റ്ററിന്റെ അടുത്തൊരു പാർട്ടാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ മെട്രിക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഓർഡർ എന്താണെന്നും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഒരു AIJ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്തിരുന്നു. ഒരു ജനറൽ ഫോമാറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ജനറൽ ഫോം ഫോർ എ മെട്രിക്സ്, ഒരു മെട്രിക്സിന്റെ അകത്ത് ഒരു ജനറൽ ഫോം തരികയാണ്. AIJ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിന്റെ ഓർഡർ 2x2 ആയിരിക്കും, അല്ലെങ്കിൽ 3x3 ആയിരിക്കും, അല്ലെങ്കിൽ റോസോ കോളമോ എന്തും ആയിക്കോട്ടെ, അങ്ങനെ മാറി മാറി വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും ഈ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കുക വിത്ത് ദ ഓർഡർ 2x2 അല്ലെങ്കിൽ 3x3. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു മെട്രിക്സ് തരുമ്പോൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു AIJയുടെ ഒരു ജനറൽ ഫോം വെച്ചിട്ട് അവർ പറയുന്ന എത്രയാണോ ഓർഡർ ഉള്ള മെട്രിക്സ് ആണോ ആ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. അത് മാത്രമല്ല ഇത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ബേസിക് കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം, ശ്രദ്ധ ഉണ്ടായിരിക്കണം. അശ്രദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തെറ്റിപ്പോകാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ് തരുന്നത്. പക്ഷേ ഇക്വേഷൻസ് മാറുന്നതനുസരിച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും സൈനുകൾ ശ്രദ്ധിക്കേണ്ട വരും, സ്ക്വയേഴ്സ് ക്യൂബ് ഒക്കെ വരുന്ന സമയത്ത്. അപ്പോൾ എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കാണാതെ പഠിക്കാനായിട്ടില്ല. നമുക്ക് തരുന്ന വാല്യൂ ജസ്റ്റ് ഐയുടെയും ജെയുടെയും സ്ഥാനത്ത് കറസ്പോണ്ടിങ്ങിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ വളരെ കറക്റ്റ് ആയിട്ട് കിട്ടും. സോ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മാത്സ് ക്ലാസ്സുകളെ പറ്റിയിട്ട് മറക്കണ്ട. നമ്മുടെ ഓൺലൈൻ മാത്സ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫുൾ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഏത് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള മാത്സ് സെഷൻസുകളാണ്. നമുക്ക് ടോപ്പിക്സ് കൂടാതെ NCERT ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകൾ കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അസൈൻമെന്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന അതേ പാറ്റേണിലാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മുടെ ക്ലാസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഒപ്പം ക്ലാസ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ 2 മാർക്സിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യുക മീൻസ് ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. പക്ഷേ തെറ്റാനുള്ള സാധ്യതകൾ അതുപോലെ ഉണ്ട്. കാരണം കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേട്ടാ. കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ AIJ is equal to I plus j the whole square by 2. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് മക്കൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തെറ്റാനുള്ള സാധ്യതകളുണ്ട്. സൈനൊക്കെ വരുമ്പോഴും സ്ക്വയറും ക്യൂബും ഒക്കെ വരുമ്പോഴും ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പം നമുക്കിത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിയിടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2x2 മെട്രിക്സ് ആണ് ഫോം ചെയ്യേണ്ടത്. സച്ച് ദാറ്റ് അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഓരോ എലമെൻസുകളുടെയും ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? AIJ I plus j the whole square by 2 എന്ന രീതിയിലായിരിക്കും വരുന്നത്. അതായത് 2x2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു മെട്രിക്സിന് 2 റോസും 2 കോളവും ആയിരിക്കും പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇൻ ജനറൽ എങ്ങനെ എഴുതാൻ പറ്റും? ആൻസറിലേക്ക് വരുമ്പോൾ it is given that in general ഒരു 2x2 മെട്രിക്സ് എങ്ങനെ ഇരിക്കും? in general a 2x2 matrix is given by എങ്ങനെയായിരിക്കും? ഞാനൊരു ക്യാപിറ്റൽ A കൊണ്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. 2 റോസും 2 കോളവും കാണും. അപ്പോൾ അതെങ്ങനെ വരൂടാ? ഫസ്റ്റ് റോയിലെ എലമെന്റ് A11, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് A12. അപ്പൊ തന്നെ 2 കോളമായില്ലേ. ഇനി നമുക്ക് കോളം എഴുതാൻ പറ്റത്തില്ല, ഒരു റോയും കൂടെ വേണം. അപ്പൊ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് A21 ആൻഡ് സെക്കൻഡ് റോയിലെ
സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ഇസ് A22. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു 2x2 മെട്രിക്സ് എന്ന് പറയുന്നത്. സിസ്റ്റർ അതിന് 2 റോസും 2 കോളവുമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ അതിൻ്റെ ജനറൽ ഫോർമാറ്റ് AIJ വെച്ചിട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ 2x2 മെട്രിക്സ് വരണമെങ്കിൽ 2 റോയും കണ്ടോ 2 കോളവും. അപ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 × 2 4 എലമെന്റ്സുകളുണ്ട്. 1 2 3 4 കണ്ടോ. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ എലമെന്റ്സുകളും, അതായത് ഇവിടെ 4 എലമെന്റ്സുകളുണ്ട്, ഈ 4 എലമെന്റ്സുകളും കണ്ടുപിടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 2x2 മെട്രിക്സ് കിട്ടും. വളരെ എളുപ്പമെന്നല്ലേ? അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്? AIJ given that നമുക്ക് തന്നിട്ടുണ്ട് AIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I+J² ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഐക്കും ജെയ്ക്കും കറസ്പോണ്ടിങ്ലി എന്താണോ അതിൻ്റെ വാല്യൂ, ആ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് A11 ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോ. ഓക്കെ, AIJ ആണ് ജനറൽ ഫോം, A11 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ I ആണ് റോയുടെ എണ്ണം, J ആണ് കോളത്തിന്റെ എണ്ണം, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ കേസിൽ I എന്ന് പറയുന്നപ്പോൾ ആരാ? 1 ആണ്, കാരണം 1 ആണ് ആദ്യം കിടക്കുന്ന നമ്പർ, അതാണ് റോയ്. സോ I = 1, J = ആരാണ്? 1 ആണ്. അപ്പൊ I യും 1 ആണ്, J യും 1 ആണ്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്താൽ മതി? അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയേക്കുന്നതിൻ്റെ അകത്ത് I യുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക, J യുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, A11 കിട്ടും. എളുപ്പമല്ലേടാ? അപ്പോൾ ഇവിടെ A11 നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഇതാണ് ഇക്വേഷൻ. അപ്പോൾ 1 + 1 the whole square divided by 2 which is equal to 1 + 1 is 2² divided by 2 is equal to 4/2 which is equal to 2 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് A11. മനസ്സിലായോ? അടുത്തത് നോക്കിയടാ, ഇറ്റ് ഈസ് A12. അതാണല്ലോ അടുത്ത എലമെന്റ്. ഈ എലമെന്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അപ്പൊ ഇവിടെ എന്ത് മാറ്റം വരും? ഐയുടെ സ്ഥാനത്ത് 1 plus Jയുടെ സ്ഥാനത്ത് 2 the whole square divided by 2 which is equal to 1 + 2 is 3² divided by 2 which is equal to 9/2 എന്ന് കിട്ടുന്നു. മനസ്സിലായോ? ഇവിടെ ഞാൻ ഐയുടെ സ്ഥാനത്ത് 1, Jയുടെ സ്ഥാനത്ത് 2 ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാ കേസിലും അങ്ങനെ എഴുതണം എന്നില്ല, കുറച്ച് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തതാണ് A21. നോക്കിയടാ, A21 ആണ് ചെയ്യാൻ പോകുന്നത്. A21 ഐയുടെ സ്ഥാനത്ത് ആരാ ഇവിടെ കിടക്കുന്നത്? ഐയുടെ സ്ഥാനത്ത് 2ഉം Jയുടെ സ്ഥാനത്ത് 1ഉം ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരൂടാ? 2 + 1 the whole square divided by 2 which is equal to 2 + 1 is 3² divided by 2 which is equal to അതും എത്ര എന്ന് തന്നെ കിട്ടി? 9/2 എന്ന് കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് എലമെന്റ് ആണ് A22 എന്ന് പറയുന്നത് അല്ലേ? A22 അവിടെ ഐയുടെ സ്ഥാനത്ത് 2, Jയുടെ സ്ഥാനത്തും 2. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 2 + 2 the whole square divided by 2 which is equal to 4² that is 16/2 is equal to 8. 2 + 2 is 4, 4ന്റെ സ്ക്വയർ 16, the whole divided by 2 that is 8 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച് വെച്ചാൽ പോരെ, നമുക്ക് ആ മെട്രിക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന വാല്യൂസ് ഒക്കെ തന്നെ നമുക്ക് ആ മെട്രിക്സിലേക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore A എന്ന് പറയുന്നിടത്ത് എന്താണ്? ഇത്രയും ചെയ്തു വെച്ചിട്ട് ഇനിയും തെറ്റിക്കരുത്. A11 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. A11 is എന്താ? 2 ആണ്. അപ്പോൾ A11 കിടന്നെടുത്ത് ആ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A12 എന്ന് പറയുന്നത് നമുക്ക് 9/2 കിട്ടി. സോ ദെൻ അവിടെ നമുക്ക് 9/2 കൊടുക്കാം. അടുത്തത് 9/2 ആണ്, അടുത്തത് 8 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് മെട്രിക്സ് കിട്ടിയേക്കുന്നത്. സോ ദിസ് ഇസ് ദ 2/2 മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സ് വിത്ത് ദ ഫോം AIJ = I + J the whole square divided by 2. മനസ്സിലായിട്ട്? അപ്പോൾ ആ ഫോം മാറുന്നതനുസരിച്ച് വാല്യൂസിന് വ്യത്യാസം വരും. ആ ഒരു ഫോം വെച്ചിട്ടുള്ള ഒരു 2/2 മെട്രിക്സ്. ഇത് 2/2 മാത്രമാകത്തില്ല, ചിലപ്പോൾ 3/4 ആയിരിക്കും, ചിലപ്പോൾ 3/3 ആയിരിക്കും. അവിടെ റോസിൻ്റെയും കോളത്തിൻ്റെയും എണ്ണം മാറുന്നതനുസരിച്ച് എന്ത് കണ്ടുപിടിക്കണം? ആ എലമെന്റ്സുകൾ കണ്ടുപിടിക്കണം. ആ വാല്യൂ അതേപോലെ തന്നെ പോയി കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. വളരെ എളുപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത് നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ളത് ഇതാണ്. ജനറൽ ഫോമാറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ബേസിക് കാൽക്കുലേഷൻ ആണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ പാടായിട്ടില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് ദ മെട്രിക്സ് A will be 2, 9/2, 9/2, 8 with the order 2/2. മനസ്സിലായോടാ? 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തോ. ഹോംവർക്ക് കൺസ്ട്രക്ട്
a 3/4 matrix, അത് തന്നെ ഞാൻ രണ്ട് ഇക്വേഷൻസ് തരാമേ. ഒന്നാമത്തെ ഇക്വേഷൻ aij is equal to 1/2 modulus of -3i plus j. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് aij is equal to 2i minus j. മോഡുലസ് എന്ന് പറഞ്ഞ പ്രത്യേകത അറിയാമല്ലോട്, നെഗറ്റീവ്സ് ആണ് അകത്ത് വരുന്നതെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ആൻഡ് ദീസ് ആർ ദ ടു ഫോം ആൻഡ് രണ്ടും 3/4 മെട്രിക്സിലാണ്. 3/4 മെട്രിക്സ് അറിയാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാം. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം 3 റോയും 4 കോളവും ഉണ്ടെന്നാണ്. അപ്പോൾ ഇതങ്ങ് ആദ്യം എഴുതണം. A11, A12, A13 and A14. ഇപ്പൊ എത്ര കോളമായി? 4 കോളമായില്ലേ? 1 2 3 4. രണ്ടാമത്തെ നമ്പറാണ് കോളം കാണിക്കുന്നത്. 3 റോ ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ വരും? A21, A31. കണ്ട, 3 റോയും 1 ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ്. എന്നിട്ട് ഇത് ഫില്ല് ചെയ്താൽ മതി. A22, A23, A24, A32, A33, A34. കണ്ടോടാ, 3 റോസ് ആയി 4 കോളമായി. ഒന്ന് നോക്കണം. സോ ദിസ് ഇസ് ദ 3/4 മെട്രിക്സ്. സോ ഈ ഒരു ഫോം വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റ്സുകളും ഒരു ഫസ്റ്റ് എലമെന്റ് എടുക്കുക. A11 ഐയുടെ സ്ഥാനത്ത് 1ഉം ജെയുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മോഡുലസിൻ്റെ അത് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിലും മോഡുലസിന് പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും. നമുക്കറിയാം, ഓൾറെഡി കുറേ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. സിമിലർ പാറ്റേൺ ഇവിടെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലോ താഴെ കാണുന്ന നമ്പറിലോ ചോദിക്കാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇതിന്റെ ഫോം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഏതാണോ ഓർഡർ മാറുന്നത് അതനുസരിച്ച് ഫോമിന് വ്യത്യാസം സംഭവിക്കും. വളരെ എളുപ്പം ചെയ്യാവുന്നതല്ലേ, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താഴെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്പറിലോ ചോദിച്ചിരുന്നാൽ മതി. ഇത് ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നെക്സ്റ്റ് വേണ്ടതെന്നുള്ളതോ അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ വേണമെന്നോ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. ബട്ട് സ്റ്റിൽ ഞാൻ ആ ഒരു ഓർഡറിലാണ് ക്ലാസ്സസ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് അത്യാവശ്യമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഞാൻ മാക്സിമം അത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സസ് ഒക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടർന്ന് ഇതുപോലത്തെ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യാം. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ ഇതിന്റെ ബാക്കി ടോപ്പിക്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.